നമസ്കാരം, എന്റെ പേര് യുക്ത. ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷെ ഇപ്പോൾ എന്റെ ഗ്രാജുവേഷൻ ആണ്, അതായത് സെക്കൻഡ് ഇയർ BA പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സ്. സോ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് ജത്തൻ ഇന്റേൺഷിപ്പ് വഴിയായിരുന്നു. ജത്തൻ ഇന്റേൺഷിപ്പിൽ ഫസ്റ്റ് ഫേസ് ഡിസംബർ 2024 ഉണ്ടായിരുന്നത്. ആ സമയത്ത് എന്റെ ഒരു ടീച്ചർ വഴിയാണ് ഞാൻ ഇവിടെ എത്തിയിരുന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ആദ്യം എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇവിടെ എങ്ങനെയാണ് ശിവഗംഗ പ്രവർത്തിക്കുന്നത് എന്ന്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ, അതായത് ഗ്രാമവാസികളിൽ നിന്ന് ഞാൻ 4 ദിവസം ഗ്രാമവാസികളുടെ കൂടെ നിന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ശിവഗംഗ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഓർഗനൈസേഷൻ തന്നെയാണ്. അവിടെ നമ്മുടെ മഹേഷ് ജി ഉണ്ട്, അതേപോലെ ഹർഷ് ജി ഉണ്ട്. ഇവരുടെ വർക്ക് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. ഇപ്പൊ മഹേഷ് ജി പറയുകയാണെങ്കിൽ തന്നെ മഹേഷ് ജിയിൽ നിന്ന് നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. അതേപോലെ ഹർജി ആണെങ്കിലും ഇവർ രണ്ടുപേരും കാരണമാണ് ഇപ്പോൾ ശിവഗംഗ ഒരുപാട് മുന്നതിയിൽ എത്തിയിരിക്കുന്നത്. അതേപോലെ നിതിൻ ജി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിലും അദ്ദേഹം 2020 തോന്നുന്നു അപ്പോൾ ഈ ശിവഗംഗയായിട്ട് ചേർന്നു. പക്ഷെ ഇതിലൂടെ അദ്ദേഹത്തിനും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ അദ്ദേഹവും ഞങ്ങളുമായിട്ട് ഡിസ്കഷൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അതായത് ഇവിടെ നമുക്ക് നമ്മുടെ കോൺട്രിബ്യൂഷൻ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഫേസിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ, ഇത് വലിയൊരു പരിപാടിയാണ്. നമുക്കുമ്പ് എന്ന് പറയുന്നത് കുറേ ആയിരങ്ങൾ വരുന്ന ഒരു പരിപാടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇതിലൊരു പാർട്ടാവാൻ സാധിച്ചത് എന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്ക് അതിൽ ഓരോ ജോലികളും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുത്തത്. ഞാൻ അതിൽ സ്വാഗതവും പഞ്ചീനം എന്നതിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അതായത് ഇവിടുത്തെ ആൾക്കാരെന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ അവരൊക്കെ അവരുടെ പാർട്ട് ഫോർ ദ സൊസൈറ്റി അവർ ചെയ്യുകയാണ്. അപ്പൊ ഇത് വെച്ചൊരു വലിയ മോട്ടിവേഷൻ തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുക തന്നെയാണെങ്കിൽ നമുക്കൊരു വലിയ മോട്ടിവേഷൻ തന്നെയാണ് ശിവഗംഗ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ചാൻസ് കിട്ടിയാൽ നമുക്ക് നമ്മുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യാനുള്ളത് ഒരു ചാൻസ് കിട്ടി നമ്മൾ എന്തായാലും യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയത്. താങ്ക് യു. ധരംഭൂമി ജാബുआ की जय.